Hello, welcome back to another video. എന്തായാലും നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതായത് എങ്ങനെയാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് NextGen Mparivahan ആപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ RC ബുക്കും റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സും നമ്മുടെ NextGen Mparivahan ആപ്പിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മളൊക്കെ അല്ലെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റസ്റ്റഡ് കോപ്പി ഓഫ് RC ബുക്ക്, ടാക്സ് പ്ലേറ്റ്, അതേമാതിരി ടാക്സ് റെസീപ്റ്റ്, അതേമാതിരി തന്നെ ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ, പൊല്യൂഷൻ്റെ ഒറിജിനൽ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് NextGen Mparivahan ആപ്പിൽ ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ട് നടക്കാം എന്നുള്ളതാണ്. ഡിജിറ്റലി നമുക്ക് കൊണ്ട് നടക്കാം. അത് എല്ലാവരുടെയും പാൻ ഇന്ത്യ വരെ അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മോട്ടിവേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. എന്തായാലും നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ Mparivahan ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എൻ്റെ ഉള്ളത് NextGen Mparivahan ആപ്പാണ്. അത് ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ പറയും സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറയും. ഒന്നുകിൽ നമുക്ക് MPIN ഉപയോഗിച്ച് കയറാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ 6 ഡിജിറ്റ് MPIN അടിച്ച് നോക്കാം. അപ്പോൾ സക്സസ്ഫുള്ളി ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RC ബുക്ക് ആഡ് ചെയ്യലാണല്ലോ. അപ്പോൾ പല രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വെഹിക്കിളിൻ്റെ നമ്പർ നമ്മളുടെ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അങ്ങനെ അതിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണും. വണ്ടിയുടെ നമ്പർ എന്താണ്, ഓണറിൻ്റെ പേരെന്താണ്, ഏത് RTOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്ത് വണ്ടിയാണ്, പെട്രോളാണോ, എത്ര കൊല്ലമായ വണ്ടി, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, രജിസ്ട്രേഷൻ എന്താണ്, ഫിറ്റ്നസ് എപ്പോഴുണ്ട്, ടാക്സ് എപ്പോഴുണ്ട്, ഇൻഷുറൻസ് ഏത് വരെ ഉണ്ട്, അതേമാതിരി അതിൻ്റെ വാലിഡിറ്റി, പൊല്യൂഷൻ്റെ എത്ര വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ അതിനകത്ത് കാണിക്കും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിർച്വൽ RC ആണല്ലോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. RC ബുക്കിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ചേസിസ് നമ്പറും എൻജിൻ നമ്പറും ടൈപ്പ് ചെയ്യാനുള്ളത് വരും. ഈ ചേസിസ് നമ്പറും എൻജിൻ നമ്പറും നമ്മുടെ RC ബുക്കിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് 5 ഡിജിറ്റ്സ് ആണ് അടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് 5 ഡിജിറ്റ്സ് അടിക്കാൻ പോവുകയാണ്. മിക്കവാറും എല്ലാ വണ്ടികളിലും ചേസിസ് നമ്പറും എൻജിൻ നമ്പറും സെയിം തന്നെയായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് വിർച്വൽ RC എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ വിർച്വൽ RC സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ വിർച്വൽ RC എന്നുള്ള ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്, സാധനം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി വേണമെങ്കിൽ റിട്ടേൺ ഹോം കൊടുക്കാം. അപ്പോൾ റിട്ടേൺ ഹോം കൊടുക്കുമ്പോൾ അവിടെ കാണിക്കുന്ന നമുക്ക് അവിടെ എന്താ കാണിക്കുന്നത്, അവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേമാതിരി വണ്ടിയുടെയും ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ വണ്ടിയുമായി റിലേറ്റഡായി വരുന്ന എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷനും നമുക്ക് ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ജൂലൈ 15 അപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് ഇന്ന് കഴിയുകയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷനും കാണാനുള്ള പ്രൊവിഷൻ ഉണ്ട്.